അപ്പം ഗൈസ് 2026 മാത്രമേ നിങ്ങൾക്ക് പൈസക്കാരാകാൻ പറ്റത്തുള്ളൂ. കാരണം AI കുതിച്ചുചാട്ടത്തിൽ നിങ്ങൾ 2026 പൈസ ഉണ്ടാക്കി, 2026 പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും മുകളിൽ എല്ലാവരും കയറി പോവും, നിങ്ങൾ മുമ്പിൽ തെറ്റിയിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു മേക്ക് മണി. അപ്പം അപ്പം 2025 ഭയങ്കര ഷോ പറഞ്ഞു. വെരി ബാഡ്, എല്ലാവർക്കും വെരി ശോകമായിരുന്നു വെരി ബാഡ്. കാര്യം പറയാൻ. അങ്ങനെ കുഴപ്പമില്ല, പോട്ടെ. മറന്നു അല്ലേ? എടാ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നതല്ല, എനിക്ക് മറവിയുടെ അസുഖം ഉണ്ട് ഇപ്പോൾ. എന്ന് വെച്ചാൽ എനിക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറന്നു പോകും ഞാൻ. മറന്നു കുറച്ചു കഴിഞ്ഞ് വീണ്ടും ലൈവ് ഇടും ചിലപ്പോ. ലൈവ് നിന്നിട്ടില്ല. അപ്പോൾ ഗൈസ് ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഗൈസ് ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂ ഉണ്ട്. ആരും ചോദിച്ചായിരുന്നല്ലോ. ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഇൻകം ടാക്സിൻ്റെ നല്ല രീതിക്കുണ്ട്. അവിടെ നല്ലൊരു മാഡം ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു. അതുകൊണ്ടൊന്ന് ഗെയിംസ് ഉണ്ടോ? എടാ ഇന്ന് ഗെയിം കളിക്കണോ? വേണ്ട, നമുക്ക് സംസാരിച്ചിരിക്കാം. അപ്പം നിങ്ങളുടെ വിശേഷമൊക്കെ പറ, എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ്? വിശേഷം ചോദിക്കല്ലേ, നാട്ടിലൊക്കെ നടക്കണ കേട്ടാ. എടാ പ്രായമായല്ലടാ, എനിക്ക് ഭയങ്കര സ്ട്രെസ് കാരണം വരുന്ന ഞാൻ തോന്നുന്നു മറവി. അണ്ണാ ഇന്നാണോ 6-ാം തീയതി? എടാ ഇന്ന് മോനെ, ഇന്ന് 6-ാം തീയതിയുടെ അല്ല, 6-ാം തീയതി എന്നെ ഒരു പൂച്ച മാന്തിയായിരുന്നു. താഴത്തെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ താഴത്തെ ഒരു കറുത്ത പൂച്ചയുണ്ട്. മാമൻ അറിയായിരിക്കും, മറ്റേ കറുത്ത പൂച്ചയില്ലേടാ, കരിമ്പൂച്ച. കരിമ്പൂറൻ. ആ കരിമ്പൂച്ച അവള് ആണാന്നാണ് ഞാൻ ഇത്ര നാളും വിചാരിച്ചോണ്ടിരുന്നത്. രാവിലെ ഞാൻ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത്, കിടന്ന് കരയുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ ഒക്കത്തെടുത്ത് വെക്കും, കൊണ്ടുപോവും, നടക്കും, അതിനെ കളിപ്പിക്കും. അങ്ങനെയൊക്കെ ഒരു രാവിലത്തെ ഒരു ഹോബിയായിരുന്നു അത്. അങ്ങനെ ആ കരിമ്പൂച്ച എല്ലാം ആയിരുന്നു. സെറ്റാണോ മോനെ? താങ്ക് യു ഫോർ ദ 40 rupees ചാറ്റ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകുന്നേരം ആയപ്പം, എനിക്ക് അതുവരെ ആ പൂച്ച ആണാന്നേ അറിയത്തുള്ളേ. വൈകുന്നേരം ആയ സമയത്ത് ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ പോകും. അപ്പം സെക്യൂരിറ്റിയുടെ അവിടെ പോകുന്ന സമയത്ത് ഈ പൂച്ച ഇട്ടിരിക്കുന്നു. എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ല. എടാ ഗോഡ്സ് കൺട്രി താങ്ക് യു ഫോർ 40 rupees ചാറ്റ്. അങ്ങനെ ഒരു മൈൻഡില്ല. അപ്പം ഞാനിങ്ങനെ തലയിലോട്ട് ചെന്ന സമയത്ത് അത് കരയുക, കണ്ണി കൂടി ഇങ്ങനെ വെള്ളം വരിക. ആദ്യം ഇങ്ങനെ മൈൻഡൊന്നും ചെയ്തില്ല, പൂച്ച ഇങ്ങനെ തിരിഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചു എന്നാലും എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് വിചാരിച്ച് നോക്കുന്ന സമയത്ത് പൂച്ച മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഞാനിങ്ങനെ തിരിച്ചു വന്നപ്പോഴും പൂച്ച മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ കാലയെ പിടിച്ച് ഇങ്ങനെ എടുത്ത് പൊക്കാൻ നേരമാണ് മനസ്സിലാവുന്നത് അത് പെമ്പൂച്ചയാണ്. ആടാ എൻ്റെ തലയുടെ ഇവിടെ ഇട്ടൊരു മാന്ത്. ഞാൻ കൊണ്ടില്ല, ഇവിടെ ഇട്ടൊരു മാന്ത്. ഞാൻ അതിന് എടാ കയ്യിൽ പിടിച്ച് പൊക്കിയാടാ, കയ്യിൽ പിടിച്ച് ഇങ്ങനെ പൊക്കി വന്നപ്പോഴാണ് മനസ്സിലായത് പെമ്പൂച്ചയാണ്. അങ്ങനെ ഞാൻ സെക്യൂരിറ്റി അടുത്ത് ചോദിച്ചു, സെക്യൂരിറ്റി ഇത് കണ്ടു വന്ന ഉടനെ സെക്യൂരിറ്റി മേടിച്ചു വന്നോടനെ. അപ്പം ഞാൻ ചോദിച്ചു, ഈ പൂച്ച അപമര്യാദ ഇവർ പറഞ്ഞു സെക്യൂരിറ്റി എന്ന് പറഞ്ഞപ്പോൾ. എടാ അതിൻ്റെ 2 മക്കളെ ഇവിടുത്തെ സെക്രട്ടറി കൊണ്ട് കളഞ്ഞു രാവിലെ. അത് പ്രസവിച്ച് കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് എൻ്റെ പിള്ളേരെ കൊണ്ട് കളഞ്ഞു. അപ്പോൾ അത് അതിൻ്റെ വിഷമത്തി ഇരിക്കുമായിരുന്നു. അങ്ങനെ പൂച്ച തലയെ മാന്തി ഹോസ്പിറ്റലിൽ പോയി. പിന്നെ പിടിച്ച് പൊക്കിപ്പോയല്ലേ മനസ്സിലായത് പെൺപൂച്ചയാന്ന്. കള്ളനൊന്നും അല്ല, സത്യം മാത്രം. എനിക്ക് മാത്രം പ്രാന്തായത് എല്ലാവർക്കും പ്രാന്താമല്ലോ. അർബൻ ട്രാവലർ താങ്ക് യു ഫോർ 100 rupees സൂപ്പർ ചാറ്റ്. അശു ആർച്ച താങ്ക് യു ഫോർ സൂപ്പർ ചാറ്റ്. മോനെ പൂച്ച എടുത്ത് വള്ളി എടുത്തല്ല, എന്നെ സ്നേഹിച്ചേ ഇല്ലയോ? എനിക്ക് സത്യം പറഞ്ഞാൽ പട്ടികളെക്കാളും ഇഷ്ടം പൂച്ചയാണ്. ആണ് വാലോ കയറി എന്നിട്ട് മാസ്റ്റർ വെച്ച് തല ഓടി. ഗൈസ് എൻ്റെ വാലോറൻറ്റ് ലൈവ് മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? സീരിയസ്ലി ഞാൻ ചോദിക്കുമോ? ഞാൻ ഇത്തവണ ഇമോട്ടൽ അടിക്കുന്നൊക്കെ പറഞ്ഞാലിരിക്കുന്നു. എടാ എന്നെ ഈ സ്കാമർ നിന്നും വിളിക്കടാ, കാര്യമായിട്ട് ഞാൻ വിളിക്കുന്നതാണ്. അണ്ണു സെക്രട്ടറിനെ പിടിച്ച് മാന്തി. എടാ ഭയങ്കര ഷോക്കാണ്, കാരണം പൂച്ചകൾക്കും ജീവിക്കണ്ടേ. അപ്പം സെക്യൂരിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നൊരു കാര്യം ചെയ്യുക, ഡിഫൻഡർ ഉള്ളവൻ്റെ അടുത്ത് പോയി പറയാൻ പറഞ്ഞു. ഇപ്പോൾ ഡിഫൻഡർ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പൂച്ച എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻഡറിൻ്റെ സാധനത്തിൻ്റെ ഇടയ്ക്കകത്ത് കയറിയിരിക്കും, എന്നിട്ട് അത് ഡിഫൻഡറിനെ പ്ലക്കും. അങ്ങനെ പ്ലക്കി 2-3 വണ്ടി ഇവിടെ പൂച്ചകൾ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് കളഞ്ഞാന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല. അബി താങ്ക് യു ഫോർ ദ എലീറ്റ് മെമ്പർഷിപ്പ്. എടാ ഒറ്റ ചോമ്പ് ഞാൻ കാണുന്നില്ലല്ലോ അതിനകത്ത്, ഒറ്റ ചോമ്പ് ഒന്ന് ചോക്കട്ടെ, എല്ലാവരും വാരി എറി. വേണ്ട. ക്യാപ്റ്റനായി താങ്ക് യു ഫോർ 11.11 rupees സൂപ്പർ ചാറ്റ്. എടാ എൻ്റെ ജോക്കർ ഇറക്കൻ എന്ത് ചെയ്യടാ, അവനെ ഞാൻ മെസ്സേജ് അയക്കാൻ പറഞ്ഞു. എടാ 2025 ഭയങ്കര ഷോ പറഞ്ഞു. ഞാനിത് 10ാമത്തെ വട്ടമെന്ന് പറഞ്ഞു തോന്നുന്നു. പക്ഷേ കുറേ പഠിച്ച്, ആരൊക്കെയുണ്ട് ആരൊക്കെ ഇല്ല.
എത്ര ഇതൊക്കെ നാളെ ലൈവ് കണ്ടിട്ട്. പ്രശ്നങ്ങളാണ്. എടാ പെശക്കുരുവികളെ, ചോമ്പ് കാണില്ല എന്ന് പറഞ്ഞപ്പം ഇവന്മാര് ഹാർട്ട് സ്പാം ചെയ്യുന്നു. ചുവപ്പ് വേണം ഇപ്പൊ ഡ്രാഗൺ നിങ്ങളൊക്കെ ആയില്ലേ. ഒത്തിരി മാറിപ്പോയി കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയൊക്കെ എപ്പോ വെച്ച് ഭയങ്കര അപ്പൊ ഹ്യൂമർ സെൻസ് ആണല്ലോടാ. 2026 ആയില്ലാണ്. അപ്പൊ ആൾക്കാർക്ക് ബുദ്ധിയൊക്കെ വെച്ച് തുടങ്ങി. ഭയങ്കര ഹ്യൂമർ കാലം സെൻസ് മാറുമ്പോ ആണല്ലോടാ. കോലവും മാറും. അപ്പൊ അങ്ങനെയാണ് പിള്ളേരെ ജീവിതം. അപ്പൊ അടുത്ത ലൈവ് എന്താണ്? അടുത്ത ലൈവ് നാളെ. നാളെ. നീയാണ് സത്യം, ഞാൻ നാളെ ലൈവ് വന്നിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഈ കാണുന്ന 1096 പേരാണ് സത്യം. ഞാൻ നാളെ ലൈവ് വന്നിരിക്കും. ഓക്കെ, അണ്ണ ലൈവ് ഉണ്ടോ കേട്ടാ? എന്റെ കേസ് പോട്ടെ. അത്ര പേരുണ്ട്. റെഗുലർ സ്ട്രീം ആവണോ എന്ന് വിചാരിക്കും. പക്ഷെ എന്റെ ജീവിത സാഹചര്യം അതിന് സമ്മതിക്കാന്നില്ല. സീരിയസ്ലി നിങ്ങൾക്കൊരു വിചാരമുണ്ട് നമ്മളിവിടെ മനഃപൂർവ്വം ലൈവ് ഇടാതിരിക്കുന്നതാണ്. മനഃപൂർവ്വം ലൈവ് ഇടാതിരിക്കുന്നതല്ല, നമ്മുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമാണ്. വയ്യാത്തോണ്ടാണ്. മാനസിക നമ്മൾ ലോ എനർജിയാണ്. ഇഷ്യൂസും പ്രശ്നങ്ങളും നിങ്ങളൊക്കെ വിചാരിക്കുന്ന കണക്ക് നമ്മൾ പ്രശ്നമില്ലായിരിക്കുമല്ലോ. പ്രശ്നങ്ങളിൽ മേൽ പ്രശ്നമാണ്. അപ്പം മനഃപൂർവ്വം ലൈവ് ഇടാത്തതല്ല. മനഃപൂർവ്വം ലൈവ് ഇടാതിരിക്കുന്നെങ്കിൽ ആവശ്യമില്ലല്ലോ. എനിക്ക് ലൈവ് വരെ ഇഷ്ടമാണ്, എനിക്ക് സ്ട്രീം ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ 2025 എന്നെ പ്ലക്കി, നല്ല രീതിക്ക് പ്ലക്കി. വലവും തിരിഞ്ഞും മറിഞ്ഞും എല്ലാം പ്ലക്കി, എടുത്തിട്ട് പ്ലക്കി. വൃത്തിയോടാണ്. ദ ക്ലൂലെസ് PD 179 rupees സൂപ്പർ ചാറ്റ്. എടാ പിന്നെയും ചോമ്പ് കത്തുന്നില്ലല്ലോടാ, നീലയാന്നല്ലോടാ. കള്ളനല്ലടാ സത്യം. നിങ്ങളെ തലയിട്ട് ഞാൻ കള്ളസത്യം ചെയ്യൂ. ഞാൻ വന്നിരിക്കും ലൈവ്. അപ്പൊ നാളെ തൊട്ട് ഇടയാണ്. നാളെ ലൈവ് ഇടുമ്പോ ജസ്റ്റ് നാളെ തൊട്ടൊന്നല്ല, നാളെ വരും. നാളെ തൊട്ടെന്നല്ല, നാളെ വരും. ഞാൻ വിചാരിച്ചു എന്റെ ചാനലെല്ലാം ചത്തന്നു. അതങ്ങനെ ചാവുകയാണ്. എടാ ഇത് 720 ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് 11 ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. അപ്പം ബ്ലൈൻഡ് വാക്ക് സ്ട്രീം ലാബ്സ് മൊത്തത്തിൽ പോയടാ. എടാ എന്താടാ നീയൊക്കെ ചോമ്പ് കത്തിക്കാൻ പറയുമ്പോ ഇങ്ങനെ ഹാർട്ട് ഇമോജി ഇടുന്നേ? അതെങ്കിലും ഇടുന്നില്ലേ മാമ? നീയൊരു ചോമ്പ് കത്തിക്കാമ? ഞാൻ ഇപ്പൊ കത്തിക്കാൻ നോക്കിയാണ്. അപ്പത്തേക്ക് പറയണത് അവർ അപ്ഡേറ്റ് ചെയ്യണോ യൂട്യൂബ്. റിഡിക്കുലസ് ഇന്ദ്ര, താങ്ക് യു ഫോർ സൂപ്പർ ചാറ്റ്. എടാ അപ്പം ഇങ്ങനെയാണ് കേസ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, ഞാൻ ഉത്തരം പറയാം. വയറൊന്ന് ചാടിയുണ്ട്. 2026 പിടിക്കും. 2026 നമ്മൾ പിടിക്കും. കോക്കനട്ട് സിമുലേറ്റർ ആണ്. മൈൻഡ് ഫ്രീ ആവാനാ ബെസ്റ്റ്. എന്ത് സാധനം അത്? ഞാൻ എവിടെ കണ്ടായിരുന്നല്ലോ. എന്താണ്? എടാ ഞാൻ ഇതുവരെ ടോക്സിക്കിന്റെ ട്രെയിലർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? എനിക്ക് കോപ്പറേറ്റ് ഒന്നും ഇല്ല. പിന്നെ നമുക്കറിഞ്ഞൂടെ? പ്രൊഡക്ഷൻ നമുക്കറിയാന്നുള്ള അണ്ണ ഇട്. അണ്ണ സീനില്ല, പ്രശ്നമില്ലെന്ന്. അണ്ണ അത് റിയാക്ട് ചെയ്യണം. കണ്ട അത് വളരെ വലിയ ലോസാണ് അണ്ണൻ. അത് കണ്ടില്ലെങ്കിൽ വലിയ ലോസാണ്. അത് കണ്ടില്ലെങ്കിൽ കാണണം. ജിമ്മിലേക്ക് പോകലുണ്ടോ? പിന്നെ എന്നിട്ടാലും അതിൽ കൂടെ ചായ കുടിക്കാൻ പോന്നെ അടുത്തുകൂടെ. ആഷ്ലി തോമസ്. ഇതാരാ ആഷ്ലി തോമസ്? ഇല്ല കാണല്ലേ ചേട്ടാ. ഞാൻ അങ്ങനെ കാണത്തൊന്നുമില്ല. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര അശ്ലീലമാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ഇറ്റ് എ ട്രൈ. അത് സത്യമാണ്. അത് ഭയങ്കര ഇതായി പോയടാ. എടാ എനിക്ക് കുറെ നാൾക്ക് ചായ വന്ന ശേഷം ഒന്നും മിണ്ടാൻ പറ്റാത്ത. എടാ ആർപ്പിക്കാത്ത എങ്ങനെയുണ്ടാ മാമ? കേറിയ അടി ഇട്ടു. ഞാനില്ല, ആർപ്പിയില്ല. ഞാൻ കേറുന്നില്ല, എന്റെ ആർപ്പി ഇല്ല. അണ്ണൻ കയറിയ ഇവിടെ ആര് തൊടും സിറ്റിയില്? എന്നെ തൊടാൻ തൊടൂല അണ്ണ. അത് അങ്ങനെയാണത്. ആ രൂപത്തിനൊരു ഇതുണ്ട്. ആ ക്യാരറ്റിനൊരു പവർ ഉണ്ടേ. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ടോക്സിക്കിന്റെ ട്രെയിലർ കണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോ എനിക്ക് കോണ്ടത്തിന്റെ പരസ്യമായിട്ടാണ് തോന്നിയത്. പക്ഷെ അതിൽ കോണ്ടം കാണിക്കുന്നു. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു കോണ്ടത്തിന്റെ പരസ്യമായിട്ടാണ് തോന്നിയത്. സീരിയസ്ലി കുറച്ച് സത്യം, അത് ശരിയാണ്. കൂടുതൽ അവര് അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് അതാണ് തോന്നിയത് സീരിയസ്ലി. യാഷിനെ കുറിച്ച് എന്താണ് അണ്ണന് പറയാനുള്ളത്? ആ ഒരു ലുക്ക്. യാഷിനെ കണ്ടില്ല അണ്ണൻ. സംഭവം
യാഷ് അണ്ണേ ഞാൻ ഈ താടിയുള്ളവന്മാരൊന്നും കാണാറില്ല. ആരുന്നുണ്ടാ ഇതാ അണ്ണ ഇത് എടാ വില്ലു മോനേടാ. അണ്ണേ ആ അണ്ണ വന്ന് നമുക്ക് സിറ്റിയിലെ കയറണ്ട അണ്ണേ. എടാ ഇന്ന് സിറ്റിയിൽ സിറ്റി കയറാൻ കയറാൻ പറ്റത്തില്ലടാ. ഇന്ന് അത് 5 ഇല്ലല്ലോടാ എന്റെ കയ്യില്. 5 ഡൗൺലോഡ് ഇപ്പൊ ബിബിൻ സാമേ, ഇന്ന് thank you രാത്രി for the ഡൗൺലോഡ് elite ചെയ്തിട്ട് membership. കഴിഞ്ഞാൽ എത്ര നാളെ membership കയറാം. ടാ? ഇന്ന് തന്നെ കയറാം വില്ലുവേ അണ്ണ. ഇന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നാളെ തൊട്ട് കയറാം. സുഖമാണോടാ നിനക്ക്? പിന്നെ എന്തുകൊണ്ട് വിശേഷം? ഇങ്ങനൊക്കെ ഓടി കിടന്ന് വെടി വെക്കും. ക്രാക്കിനെ താങ്ക് യു ഫോർ സിംഗപ്പൂർ $2.0. വില്ലുമോനെ മോശമാടാ നീ സത്യം പറഞ്ഞ. അന്ന് ഞാൻ സ്റ്റുഡിയോക്കകത്ത് ചാറ്റ് ഒക്കെ എടുക്കുന്നേ മാമ. അത് ആ, മറ്റേ കണ്ട്, കണ്ട്, ചോദിക്കല്ലേ? കണ്ട്, 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 കണ്ടേ, കണ്ടേ. ഞാൻ ഇന്നാണ് വേറെ എന്തോ എടുത്ത് ലൈവ് സ്ട്രീം Connect കൊടുത്തു. your encoder to go അണ്ണാ live. പിന്നെ ഗോൾഡ് ഇടണ ഗോൾഡ് സംഭവം അറിഞ്ഞൂടല്ലേ അതാണ് സംഭവം. ഞാൻ പോയിട്ട് അണ്ണൻ അറിയില്ല കുഴപ്പമില്ല. ഞാൻ ഇവിടെ എനിക്ക് കുറെ അറിയത്തില്ലടാ goal ഇടുന്ന എങ്ങനെയാന്നാ. അണ്ണ കുഴപ്പമില്ല. ഗോൾ അടിക്കുന്നവരൊക്കെ super chat. ഇങ്ങോട്ട് 20 പറഞ്ഞിട്ടാ മതി. അണ്ണാ പിന്നെ ഓൾ കളേഴ്സ് കൊടുക്കണേ. ഓൾ All കളേഴ്സ് colours. സെലക്ട് ചെയ്യണേ. അണ്ണന് ഗോൾ അടിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങോട്ട് വന്ന ഗോൾ അടിച്ചാൽ എടാ ഇവിടെ ഗോൾ അടിക്കാൻ പറ്റാഴിയൊന്നുമില്ല. ഓപ്പൺ പോസ്റ്റ് ആണ്. മണിയേടാ. വെരി എടാ കണ്ണാപ്പി നീ വീസിലോട്ടൊന്നും വന്നില്ലല്ലോടാ. നീ സത്യം പറഞ്ഞ എനിക്ക് അവൻ ഇഷ്ടമല്ല കേസ്. ബ്രോ ഡെയിലി ലൈവ് വന്ന് കിട്ടുന്ന ഇൻകം കൊണ്ട് നിങ്ങളെ ഫിനാൻഷ്യൽ ക്രൈസ് ഓവർ ചെയ്യാൻ പറ്റുമോ? എടാ ഇല്ലടാ. ടു ബി ഹോണസ്റ്റ് സത്യം പറയുവാണെങ്കിൽ ഇല്ല. പച്ചയായ സത്യം. സത്യം. അത് നിനക്ക് എങ്ങനെ അറിയാം സത്യമാണെന്ന്? ഇല്ല അണ്ണ പറഞ്ഞല്ലേ സത്യം. അപ്പൊ അത് ആ സത്യമായിരിക്കും. മാവേലി നേരത്തെ എത്തിയോ? ആരാ ഇത്? അഖിലൻ താങ്ക് യു ഫോർ ₹40 സൂപ്പർ ചാറ്റ്. അഖില അഖില താങ്ക് യു ഫോർ സൂപ്പർ ചാറ്റ്. വില്ലുമോനെ ആ എന്തോ ഉണ്ടാ നിനക്ക് വിശേഷം? എടാ നമ്മുടെ എങ്ങനെ SRK പോണ്? അവസ്ഥ നീ അറിഞ്ഞൂടാ? സർക്കെ മറ്റേ താടിയും എടാ SRK ജിമ്മ് കഴിഞ്ഞ് വന്നിട്ട് അവൻ ബ്ലാക്ക് ഔട്ട് ആയിട്ട് അവൻ താടി ഇടിച്ച് വീണടാ മാമ. സ്റ്റിച്ച് ഇട്ടേക്കുന്ന ഗ്രൂപ്പിൽ കണ്ടിട്ടായിരുന്നില്ലേ? ശരിയാണ്. ഇത് ആര് കണ്ണാപ്പി? താങ്ക് യു ഫോർ ₹48. താങ്ക് യു ഫോർ അന്വേഷണം പയ്യൻ വന്നേ. ആരാ? ശരത്തേട്ടാ എടാ എന്താ ഹലോ എവിടെടാ എന്താ നീ? ഗോളൊക്കെ ഇട്ടാ ശരത്തേട്ടാ? എടാ നീ മറ്റേ പറഞ്ഞാ പോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. പൈസക്കാരും ചേട്ടി 2 ഗോളൊക്കെ അടി. ജോബി താങ്ക് യു ഫോർ ₹20 സൂപ്പർ ചാറ്റ്. അപ്പൊ എങ്ങനെണ്ടാ കണ്ണാ? ശരത്തേട്ടാ റെസ്റ്റ് ശരത്തേട്ടാ. നാളെ ചെക്കപ്പാ. നാളെ അറിയാം ഇനി ഒരു മാസം റെസ്റ്റ് ആണോ അതോ ഇനി തൊട്ട് കണ്ണൊക്കെ കാണാമോ നാളെ അറിയാം ശരത്തേട്ടാ. ഒരു കണ്ണിലാണ്. ആശിഷ് ബ്രോ വെൽക്കം. അനന്തു താങ്ക് യു ഫോർ ദ 5 AD. വില്ലുമോനല്ലോടാ പറഞ്ഞേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ അവർക്കൊരു ഇതാവും. ഇതൊക്കെ ഒരു ഐക്യ മൊമെന്റ് അല്ലേ? ഓ എടാ കണ്ണാപ്പി ആ നിന്റെ ഐഡിയ ഭയങ്കര വേട്ടറ മോനെ. നിന്റെ ആ സാധനം ഞാൻ എടുത്ത് വെക്കാൻ ശരത്തേട്ടാ നമ്മളൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ടാ അത്ര കിടിലല്ലേ ശരത്തേട്ടാ? താങ്ക് യു ഫോർ 10 AD. എടാ കണ്ണാപ്പി ഇതെടുത്ത് വെക്കാൻ കേട്ടോ ഞാൻ. എടാ അതെനിക്ക് ശരത്തേട്ടാ അടുത്തത് ഇത് ഓറഞ്ച് മഞ്ഞൊന്നും വന്നില്ലേ? അത് മോശമാണ് ഓറഞ്ച് മഞ്ഞൊന്നും വന്നില്ല. ഓറഞ്ച് മഞ്ഞ് പറഞ്ഞില്ല, ഫുൾ പച്ച നീല. ഇവന്മാര് പച്ച നീലിട്ട് തീർക്കുന്നടാ. ഓ, ഒതുക്കെയാണ് മനസ്സിലായി. അങ്ങനെ ഇപ്പം പാറായി ഇപ്പം. എനിക്കൊക്കെ റെഡ് ബോർഡ് നിർത്തിന് മാസങ്ങളായി. എന്റെ പൊന്നടാ സീരിയസ്ലി കണ്ണാപ്പി വിളിച്ചിട്ട് ശരത്തേട്ടാ പറഞ്ഞോ കേക്കാലോ. ഒന്നും കൂടെ വിളിക്കാം. ഓറ പോവേ വിളി കേക്കണേ. ഹലോ എടാ ഒന്നും കൂടെ വിളിക്കാം. വിളി കേക്കണേ. അണ്ണ വിളി. ആ വിളി വിളിക്കാനുള്ള പോസ്റ്റായിരുന്നു. എടാ കണ്ണാപ്പി. ഓ ആ ശരത്തേട്ടാ ശരത്തേട്ട പണ്ടിങ്ങനെ വിളിക്കുമ്പല്ലേ എനിക്ക് ഒരു സീന ഓർമ്മ വരുന്നത് പണ്ടേ. വേണ്ട അത് ഓർമ്മിപ്പിക്കരുത്. തരക്കണ്ട ലൈവ് വരുന്നിട്ട് വിളിക്കുമല്ലോ. എടാ റിബലേ അതാ അവൻ സോൺ ഔട്ട് അവൻ സോൺ ഔട്ടാണ്. എടാ ഫ്രാൻസിസ് കുട്ടാ. എടാ അപ്പോഴേ എടാ ഇത് കൊറേ ഉണ്ടല്ലോടാ. ഇത് കണ്ണാപ്പി ഇത് കൊള്ളാൻ കേട്ടോടാ ട്രിക്ക്. അനന്തുവേ താങ്ക് യു ഫോർ 5 AD. നമ്മള് പറഞ്ഞില്ലേ ഇതല്ലേ കുറച്ചാളോട്ട് ലൈവ് ഇടാൻ നമ്മള് പറയുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാം റീല് നോക്കി കഴിഞ്ഞ ശരത്തേട്ടാ 1000 വന്നടാ. അണ്ണനെ ജോബ് എത്തിയില്ല. അപ്പം ഇതുണ്ടല്ലോടാ റീല് നോക്കി കണ്ണാ പറഞ്ഞു എടുത്തിട്ട് എനിക്ക് കേക്കാം. ശരത്തേട്ടന് നോയ്സ് സപ്രഷൻ ഓണാണോ?
വോയിസ് ഇടയ്ക്ക് കേൾക്കാം. കട്ടായി പോകുന്നു. വിളിക്കുമ്പോ വിളി കേൾക്കണം നിങ്ങൾ, മനസ്സിലായോ? ഓറ അണ്ണ പറ എടാ, ആ, ചെറുതേട്ടാ പറഞ്ഞോ. 18 വയസ്സുള്ള പിള്ളേർ കല്യാണം കഴിക്കുന്നു, 19 വയസ്സുള്ള അത് പിള്ളേർ സത്യം. കല്യാണം കഴിക്കുന്നു. ഇതിന്റെ ഒക്കെ അടി ഞാനൊരു കമന്റ് വന്ന് ഇട്ട് കഴിഞ്ഞാ പോയാലോ? കേൾക്കാം. നിന്റെ ചെവിയിലാണോ സർജറി കഴിഞ്ഞേ? ചെവിയും പോയടാ. ചെവി അവൻ പോയി, അവൻ പോയി. എന്ത് വന്നു, പയ്യെ വന്നു. ഇത്. ജിഎഫ്എക്സ് താങ്ക് യു ഫോർ. എടാ എനിക്കൊരു തമ്മിൽ ചെയ്ത് തരണേ ആരെയും, എന്റെ ഒറ്റ തമ്മിൽ. അതെന്തിനാണ് മയിരെന്ന് പറഞ്ഞൊരു സൂപ്പർ ചാറ്റ്? എടാ അതെന്തിനാ? അത് മലേഷ്യൻ റിങ്കറ്റ്, ഓക്കെ സോറി. അതുപോലെ അറിയാത്ത ഫസീന താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റ് ബ്രോ. ജിഎഫ്എക്സ് അമ്മ താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റാ. അപ്പം ഇതിന്റെ അടി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടി എല്ലാണവും വന്നിട്ട് എന്റെ ഇങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, ഇങ്ങനെ നടന്നു, ജീവിതമില്ലേ, ജീവിതമില്ലേ, സോഷ്യൽ മീഡിയ വള്ളി പിടിക്കുന്ന ശരത്തേട്ടനാണ് നമ്മുടെ കൂട്ടത്തിൽ മെയിൻ ആയിട്ട് കേട്ടാ. മെയിൻ എല്ലാ റീലിലും അണ്ണ കമന്റ് ഇടും. ഞങ്ങൾക്ക് ഒരു മൈൻഡ് ദിവസം ലോക്കർ. ഒരു ദിവസം ഓജി സുനിലിന്റെ കമന്റ് ബോക്സ് ചെയ്തിട്ട് അണ്ണൻ ശരിയായിട്ടുള്ളത്. ആറാട്ടനുണ്ട് അലിൻ ജോസ് എറൈസ് ഫാർ ബെറ്റർ എന്ന്. അല്ല എനിക്ക് സത്യമായിട്ട് പറയാൻ തോന്നിയത് ഇപ്പൊ ആണെങ്കിൽ ഒരു റീല് നമ്മൾ എടുക്കുവാണ്, അതിനകത്ത് മറ്റേ അഭിലാഷ് കരടി വരും, അഭിലാഷ് കരടി ഒരു പെണ്ണുമായിട്ട് നിൽക്കുന്ന ഒരു റീല്, അതിന്റെ അടിയിൽ താഴോട്ട് പോവാണെങ്കിൽ ആറാട്ടൻ മറ്റേ തോക്കണ്ടിയും വെച്ചുകൊണ്ട് നിൽക്കുന്ന റീല്, അതിന്റെ അടിയിലോട്ട് പോവാണെങ്കിൽ പെരേരയുടെ റീല്. എടാ എന്റെ ഇതിനകത്ത് ഫുള്ള് ഇതാണ്. അണ്ണന്റെ മൈൻഡ് സെറ്റ് മാറിയെന്ന് തോന്നട്ടാ. എടാ ഇത് ഇൻസ്റ്റാഗ്രാം full ഇതാണ്. നോട്ട് ഇൻട്രസ്റ്റഡ് അടിച്ചോട്. എടാ പക്ഷെ എനിക്കിത് കാണാൻ ഇഷ്ടമാണ് കേട്ടോ. അണ്ണ ഇപ്പൊ ചെറിയൊരു കോൺട്രവേഴ്സി രീതിയിലായി പോവുകയാണ്, മനസ്സിലായി. ഇത് സംഭവം കിംബോയ്സ് ശരത്തേട്ടനാണ് ഇടയ്ക്ക് മേക്കപ്പ് ഒക്കെ ഇട്ടിറക്കുന്നയാ. പെരേര നിന്റെ അച്ഛനും. എടാ അങ്ങനെ വിളിക്കലടാ, എനിക്ക് ഇതിന്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്, നല്ലൊരു മനുഷ്യൻ. എടാ സത്യം പറഞ്ഞുണ്ടല്ലോ ഇത് കണക്കത്തെ ആള് കണ്ടോണ്ടിരിക്കുകയാണ്. സോറി ക്ഷമിക്കണം. സോറി ഡാഡി. അഭിലാഷ് കരടിയോ അങ്ങനെ കണ്ടല്ലേ പുള്ളിയെ വിളിക്കുന്നേ? അഭിലാഷ് പ്ലാവടിയിൽ. ആ എടാ അത് അത് പാവനുണ്ട് പിള്ളേരടാ, അവരല്ലടാ ഇത്. അവരല്ലേ മറ്റേ അലിൻ ജോസ് പെരേരയോട് ഇല്ലയോടാ കഴിവുണ്ടായിട്ട് ആ കഴിവട്ടോന്റെ കൂടെ നടന്ന് കഴിവ് എല്ലാരും അങ്ങനെയാണ്. ഞാൻ ചോദിച്ചാൽ ശരിക്കുള്ളവർ എങ്ങനെയാന്ന്. മറ്റേ പെരേരെ പുഷ്പിക്കാൻ നടക്കുന്ന ഒരുത്തല്ലേ മറ്റേ അഭിലാഷ് അഭിലാഷ് കരടി. അയ്യോ ഇനി ഇതെടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ട് മയിലെ നീ സ്വന്തമായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, വളഞ്ഞിട്ടൊന്നും ചെയ്യും. വന്നൊന്ന് തന്നെ കോൺട്രവേഴ്സി ഇറയിലോട്ടം കയറും. കേറണം അങ്ങോട്ട്. അലിൻ ജോസ് പെരേര ഇവിടെ നാളെ എടുത്ത് വെച്ചേക്ക് നോക്കടാ. നാളെ മറ്റേ അഭിലാഷ് കരടിയിൽ ഇതൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് നിന്റെ നീ കണ്ണാടി നോക്കിയിട്ടുണ്ടാ, അതിന്റെ മുടി നോക്കിയിട്ടുണ്ടാ, നീ എന്നെ കളിയാക്കുന്ന. പക്ഷെ അങ്ങേര് നല്ലൊരു കഴിവുള്ള കലാകാരനാണ്. പക്ഷെ അത് യൂസ് ചെയ്യാതെ ഇങ്ങന്റെ പുറകെ നടക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല സീരിയസ്ലി. അങ്ങനെ നല്ലോണം മിമിക്രി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെ എന്തിനാണോ എന്തോ ഈ സൂപ്പർ ചാറ്റ് രസമാണ്. ഓ സ്കാലോ ഗെയിമിംഗ് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് വായിക്കായിരിക്കില്ലേ? റോഹൻ താങ്ക് യു ഫോർ ദ സൂപ്പർ ചാറ്റ്. നിയാസ് ബ്രോ താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. ഗോൾ അടിക്കാൻ കാശില്ല. ഇതെല്ലാം വായിക്കണം ശരത്തേട്ടാ, ഇല്ലെങ്കിൽ ഇല്ല അടുത്തത് വരുത്തില്ല. ഇതോടെ മന്ദാരം ഇട്ടായിരുന്നല്ലോടാ. എന്റെ കല്യാണം ആയല്ലോ ശരത്തേട്ടാ, ആയില്ലല്ലോ ശരത്തേട്ടാ. ഇല്ല ആയില്ല. നമ്മളെന്ത് അവര് 10-19 വയസ്സെന്തോളൂ, കൊച്ചു പയ്യനാ, ഇടം പ്രായം. അമലേ താങ്ക് യു മന്ദാരം താങ്ക് യു. ജുവാൻ ഓൾമൈറ്റി. എടാ എന്റെ ചെറുക്കനടാ അവൻ ശരത്തേട്ടാ. സോഹ ഇവൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കണക്ക് ഇവനെ തന്നെ ഇവ മോട്ടിവേറ്റ് ചെയ്യത്തില്ല. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. 15 ഗോളായി, ബാക്കി 5 കൂടെ അടി പെട്ടെന്ന് അടിയൊക്കെ പറയണം. അങ്ങനെയൊക്കെ പറയണേ. നമ്മുടെ ട്രിക്ക് മനസ്സിലായി വരുന്നേ ഉള്ളു മാമ ഹരിതന്. എടാ മണി എന്തേടാ? മണിയൻ പുറത്തെന്തോ വരുമായിരിക്കും. അപ്പം എന്താണ് അതിന്റെ ഇടയ്ക്ക് എടാ ഫസ്റ്റ് ഉണ്ടാ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോണ്ട് വന്നൊരു സാധനമാണ് മറ്റേ എന്താ ചോമു. പക്ഷെ അവരെ നിങ്ങളെല്ലാം കൂടെ കളിയാക്കി അവരും പോയി. അവര് കുറച്ച് എന്റർടൈനിങ് പോയില്ല. അവര് ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്ത് പുതിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയല്ലോ.
വന്നവരെ എനിക്ക് അയച്ചു തന്നെ ഇപ്പൊ ശബ്ദമില്ല ഇപ്പം മറ്റേ ഇത് ഇല്ല മാത്രം വോയിസ് ഓവർ ഇല്ല ചേട്ടാ, അതില് മറ്റേ വോയിസ് ഓവർ ഇല്ലാതെ മറ്റേ അവര് നോർമൽ സിനിമ ആക്ഷൻസ് മാത്രമല്ലേ ഡയലോഗ്. സ്പീഡായിട്ട് അതായിരുന്നടാ വേണ്ടേ, അവരുടെ ഐഡന്റിറ്റി ആയിരുന്നടാ അത്. ശ്ശെ. അതാണ് അവർ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റേ ഇൻസ്റ്റാഗ്രാമേ ഡിലീറ്റ് ചെയ്തു. വോയിസ് ഓവർ ഇട്ടാ ആ, ഇനി ഞാൻ പറയടാ, ഞാൻ voice over ഇട്ടെന്ന്. ആ മറ്റേ ചെറുക്കന്റെ സൗണ്ടാ. എന്താ ഇവള് വരാത്തെ? അത് അവൻ വരുത്തനാണ്, മനസ്സിലായോ? ശബ്ദം ഇല്ല. അല്ലേ ഈ വർഷത്തെ ഫസ്റ്റ് ലൈവ് അല്ലേ ചേട്ടാ? ആ അതെ, ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ചെയ്താരാ നോക്കി വെച്ചോ, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സൂപ്പർ ചാറ്റ് ചെയ്തത് ആരാടാ? ഓർമ്മയുണ്ട്. ആ ഓർമ്മയുണ്ടോ? പറ ആരാ? എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അതെടുത്ത് സൂപ്പർ ചാറ്റ് ചെയ്ത ആരാന്ന് അറിയത്തില്ല. മറ്റേ ഇതെടുത്ത് ക്രോമില് മറ്റേ വ്യൂവർ ആക്ടിവിറ്റി എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ. അതിന്റെ സൂപ്പർ ചാറ്റ് ഇത് വരും യൂട്യൂബ് സ്റ്റുഡിയോയില് നോക്കിയേ. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കണം തന്നെ, മറ്റേ ഇതിൽ തന്നെ നോക്കിയാൽ മറ്റേ ചാറ്റൊക്കെ നോക്കില്ല. അതെന്തിനാടാ chat first super chat നോക്കുന്നത്? നോക്കുന്നെ? അതിൽ നോക്കണം. എടാ എനിക്ക് മെമ്പർ സിമുലേറ്റർ കളിക്കൂ. എടാ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയട്ടെ, എന്നെ ഈ കോക്കി 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 എന്ന് വിളിക്കുന്നത് നിർത്താവൂ. ഹാപ്പി ആയിരി. അപ്പം ഇതാണ് സത്യം പറഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുന്നതല്ല സത്യം പറഞ്ഞാൽ. ഞാനിങ്ങനെ എൻ്റെ ഫ്രീ ടൈമിൽ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തോണ്ടിയിരിക്കുന്ന സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ചെയ്യുന്ന കാണുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ള ചിന്തകൾ ഞാൻ അവിടെ പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ അലിൻ ജോസ് പെരേരയും ആറാട്ടണ്ണൻ ഒരു ദിവസം പറയാം, അലിൻ ജോസ് പെരേര മോളി വന്നിരുന്ന് അടിച്ചു. പിന്നെ അലിൻ ജോസ് പെരേരയും അഭിലാഷും മറ്റേതാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഞാൻ 2025 കൂടുതൽ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ മനുഷ്യന്മാർ സന്തോഷമായിട്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളല്ലാതെ കണ്ട് മുന്നേറണം എന്നാണ് ഞാൻ ഇവരിലൂടെ പഠിച്ചൊരു സാധനം. അപ്പൊ അണ്ണൻ അവര് ഒന്നും ഞാൻ അവരെ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ മോട്ടിവേറ്റേഴ്സ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. സൂപ്പർ ചാനൽ. അപ്പം ഞാൻ അവരെ എന്റെ മോട്ടിവേറ്റേഴ്സ് ആയിട്ടാണ് ലിറ്ററലി കണ്ടിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ആ രീതിക്കൊന്ന് ചിന്തിച്ചു നോക്ക്. അവർ നമ്മൾ ഇത്രയും കളിയാക്കുന്നത്, സീരിയസ്ലി ഞാൻ ഒരു കാര്യം പറയട്ടെ, അവർ നമ്മൾ ഇത്രയും കളി, പക്ഷെ എന്നിട്ടും അവൻ തളരത്തില്ല. ഇന്നിപ്പം എന്താണ് നോക്കിയപ്പോ കല്യാണരാമനിലെ മറ്റേ ആദ്യത്തെ പാട്ട് തലയ്ക്കകത്ത് മറ്റേ പെയിന്റ് ഒക്കെ അടിച്ച് മറ്റേ പെണ്ണിനെ മറ്റേ കട്ടനൊക്കെ റീലിട്ടേക്കുന്നു. അവൻ ഇനി നാളെ വേണമെങ്കിൽ എമ്പുരാനിലെ മോഹൻലാലായിട്ട് വരും, ബിഗ് ബിയിലെ മമ്മൂക്കയായിട്ട് വരും. പക്ഷെ ഇതെന്താണ് ഇവരിലൂടെ പഠിക്കണ്ടേ? ഒരിക്കലും തളരരുത്. ഇതാണ് ഇവരിലൂടെ. മറ്റേ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു മറ്റേ ഏതാടാ? പാർട്ടിയാണ് താത്തയാണ്, ജാസി താത്തയാണ്. എടോ ഞാനത് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്നങ്ങണ്ട കാണുന്നേ. ചിരിച്ച് ചത്തട സീരിയസ്ലി. അപ്പം സീരിയസ്ലി നിങ്ങള് ഈ അലിൻ ജോസ് പെരേര, അഭിലാഷ് കരടിയെ ഞാൻ വിട്ടു. കാരണം എന്ന് വെച്ചാൽ യഥാർത്ഥ കഴിവ് മാറ്റിയിട്ട് പുള്ളിയുടെ നാളത്തെ റിയാക്ഷൻ ജാസിത്താത്തെ എനിക്ക് മറ്റേ ജാസി ഒന്നും പറയാൻ താല്പര്യമില്ല. കാരണം അപ്പൊ ഇനി ഇട്ട് തരുമെന്ന് എനിക്കറിയാം. നാളെ ഇനി അവളെങ്ങാനും വിളിച്ചിട്ട് അപ്പൊ സീരിയസ്ലി നിങ്ങൾ ഇവരെ കളിയാക്കുന്നതിന് പകരം ഇവരെ മോട്ടിവേറ്റേഴ്സ് ആയിട്ടാണ് കാണേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷവും നോക്ക്. അവൻ കല്യാണത്തിന് പോയി ഡാൻസ് കളിക്കുന്നു, അവനെ എല്ലാവരും ഊക്കുന്നു, പക്ഷെ അവൻ തളരുന്നില്ല. അവന്റെ ഒരു മനഃശക്തിയും തൊലിക്കട്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്ന സാധനം. ഇതിപ്പോ അവന് സ്റ്റാറ്റസ് ആയി. എന്നിട്ട് ആൾക്കാർ അടി കമന്റ് വേണം, ഇതുപോലുള്ള മൈരന്മാരാണ് ഇവന്മാർക്കൊക്കെ വളം വെക്കുന്നതെന്ന്. ഇത് സംഭവം ഒരാഴ്ചത്തേക്കുള്ള കണ്ടന്റായി. അല്ലല്ല ഊക്കുമല്ലടാ, ഞാൻ പറയുകയാണ്, നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ കണ്ടാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ജാസിത്താത്ത നാളെ യൂട്യൂബ് ചാനലാണ് അത് വീഡിയോ വരുന്നത്. റീൽ പോലും അറിഞ്ഞൂടാ ഒരു പിടുത്തമില്ല.
ലൈവ് ചാറ്റിൽ സിംഗിൾ ഗേൾസ് ഉണ്ടോ? ഒരു ജീവിതം തരാൻ ഞാനുണ്ടേ. എടാ ഇത് കണ്ണാപ്പി ഇത് ആരാന്നറിയാവോ? ആരാ? മറ്റേ ഇൻബോക്സിൽ നിനക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചില്ലേ അണ്ണാ എനിക്ക് ലൈവിൽ ഒരു പെണ്ണിനെ സെറ്റാക്കി തരുവാണെന്ന് ചോദിച്ചു. കിച്ചു റീബോൺ. ഓ അയ്യോ കിച്ചു കിച്ചു എടാ 2025 കഴിഞ്ഞ് 2026 ആയടാ. മൂലകക്ഷിതമായ കുമാര. അവ അണ്ണനും എനിക്ക് മാത്രം എന്താണ് അല്ല എനിക്കൊന്ന് ടിവിയിലുള്ള എല്ലാവർക്കും എടാ ഞാനിപ്പോ സത്യം പറഞ്ഞ തെറി വിളിക്കത്തില്ല തീരുമാനിച്ചാണ് ഞാൻ മോശപ്പെട്ട വാക്കുകൾ. ഞാൻ ഇങ്ങനെയൊക്കെ എഴുതുന്നത് മൂലപക്ഷിതമായ കുമാരൻ. ഓ അത് കൊള്ളാം. എന്തറിയാനല്ലേ ജുവാൻ ഓൾമേറ്റി താങ്ക് യു ഫോർ ദ മെമ്പർഷിപ്പ്. അപ്പം ഇങ്ങനത്തെ ഉള്ള ഇത് എടാ സത്യം പറഞ്ഞാൽ പോയി പഠിക്കണം. മീരെ വല്ലോ പോയി പോയി പഠിക്കടാ വല്ലോ. പോയി പഠിച്ച് രക്ഷപ്പെടാൻ നോക്ക്. ഹലോ വാവാ. ഹലോ എടാ ജൂഡ് സംസാരിക്കത്തില്ലല്ലോടാ. എങ്ങനെ ശശിയാണ്. എനിക്ക് ക്രഷ് ഉണ്ട്. ഓ നീ നാളെ അല്ല മറ്റേ മാറാട്ടെണ്ണൊക്കെ ഇടുന്ന നോക്ക്. അവിടെ ബ്ലൈൻഡ് മൈനാണ്. ഞാൻ എന്റെ വീട്ടിൽ മോളെ വന്നു അവനെ മാണു. അടുത്ത ദിവസം റീൽ ഇടുവേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ വിഷയം കേട്ടോ. അണ്ണൻ ആലോചിച്ച് നോക്കണം. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് അലഞ്ചോസ് വരെ അല്ലെങ്കിൽ ഇവര് ഇതേപോലെ അണ്ണനെതിരെ കണ്ടന്റ് നീ എന്നെ കളിയാക്കിയല്ലടാ. ബ്ലൈൻഡ് ജോക്കർ അന്തനെന്നൊക്കെ പറഞ്ഞ് ഇട്ട എന്ത് ചെയ്യണം അണ്ണ? എന്ത് പറ, റിയാക്ഷൻ എന്തായിരിക്കും? ഞാനൊന്നും ചെയ്യാനൊന്നുമില്ല. കണ്ണെങ്ങനെയുണ്ട് കണ്ണാ? പിന്നെ നല്ല സുഖമല്ലേടാ ഓപ്പറേഷൻ എന്നൊക്കെ ലേസർ കൃഷ്ണമണി ഒന്നും എടുത്ത് പുറത്തിട്ടില്ലല്ലോ. ശരത്തേട്ടൻ എന്ന് പറഞ്ഞ ചെയ്തു നോക്ക്. നല്ല സുഖമൊന്നും അല്ല ഈ ലേസർ എന്നൊന്നും പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നത് എക്സ്പീരിയൻസ്? എന്നെക്കാട്ടി സർജറി പക്കിട്ടുള്ള മാമ നീയല്ലേ, നിനക്കല്ലേ ഇതിനെ കുറിച്ച്. നല്ല സുഖമാണ്. കണ്ണിലോട്ട് എരിച്ചു കയറും. തല തൊട്ട് കാല് വരെ വേർക്കും. തളപതി പരാതിയില്ലേ അറിയാം. മറ്റേ കുപ്പിയും പിടിച്ചിട്ട് പാറപ്പുറത്ത് കിടക്കുന്ന മൈരൻ. അല്ല അല്ല അവൻ എന്തായാലും വെട്ടും. അവൻ എന്തേലും കിട്ടിയാ എന്ന് പറഞ്ഞിരിക്കും. അവനിപ്പോ കണ്ടന്റ് ഇല്ലാതെ നടക്കുന്ന സമയം. എന്റെ പൊന്നു സഹോദര സ്വന്തമായിട്ട് ഈ അണ്ണൻ അല്ല ഒന്നും അണ്ണൻ പറയണ അങ്ങോട്ട് പറ. അത് പറയണ അത് പറഞ്ഞേ അണ്ണ പറയാനുള്ള കൂടെ പറഞ്ഞേ. പിന്നെ ഇതിനെണ്ണനെയൊക്കെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എടാ വീഡിയോ പ്ലേ ചെയ്തേ. റിയാക്ട് ചെയ്യണം. എന്നാലേ ശരത്തേട്ടനുള്ള മനസ്സമാധാനം കൂടെ നാളെ തൊട്ട് പോയി തുടങ്ങും. എന്റെ അഭിപ്രായത്തിൽ റിയാക്ട് ചെയ്യണം ശരത്തേട്ടൻ. ഇതിനൊക്കെ ഉള്ള ആരൊന്ന് പ്ലേ ചെയ്താണ്ട. ഒരു മിനിറ്റ് ഡോണ്ട് അപ്ലോഡ് സ്പാം കണ്ടന്റ്. ക്ലോസ്ഡ് ആണ് കേട്ടോ ഇപ്പം സ്കൈഡാക്സ് ഇട്ടിരിക്കുന്ന. ആരെങ്കിലും എനിക്ക് അയച്ചാലും കുഴപ്പമില്ല. ആരെങ്കിലും കണ്ണാപ്പിക്കോ ഞാൻ ഇട്ടോളാം. ഗൈസ് ആരെങ്കിലും എനിക്കൊന്ന് ഇടുവോ? ഞാൻ ഇവിടെ ഓൺലൈൻ ആക്കാം. എന്നിട്ട് എനിക്ക് ആ സാധനം നെറ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ഇടാം. നീ ഇട്ടാ മതി. നീ ഇതിലിട്. നീ എന്റെ പൊന്നെണ്ണ ഈഗിൾ ബ്രോയെ പറഞ്ഞാലേ ഇപ്പൊ വൈറലാവുള്ളൂ എന്നാണ്. ശരിയല്ലേ? എന്തൊക്കെയാ സംഭവിച്ചേ? മണവാളൻ കണ്ണാപ്പിയേ. എടാ ഞാൻ കൊറേ നേരമായിട്ട് ക്യാമറയും ചെറുതാക്കി ഇരിക്കുവാണല്ലോടാ. DM അയച്ചിട്ടുണ്ട്. മാമ നിനക്ക് DM അയച്ചിട്ടുണ്ട്. ആ ഡൗൺലോഡ് ചെയ്തിട്ട് കാണിക്കേ. മറ്റേ പയ്യന്റെ ബ്ലൈൻഡ് ജോക്കർക്ക് നല്ലൊരു വർഷമാണ്. ഞാൻ ബ്ലൈൻഡ് മാറ്റിയിട്ട് പഴയ ജോക്കർ ഗെയിമിംഗ് എന്നാക്കിയാലോ എന്ന് ആലോചിക്കുക.
അണ്ണാ പെണ്ണിന്നേലും ഒരു ചെക്കനായാലും മതി. എടാ കിച്ചൂറി പോണേ, എടാ പിതാവില്ലാത്ത ശൂന്യനായ ശ്വാനന് പറഞ്ഞവനെ, എടാ സീരിയസ്ലി നിന്റെ പ്രശ്നം എന്തുവാണ്? എന്തൊരു ചീത്തവിളി അതൊക്കെ. അച്ഛനില്ലാത്ത പട്ടിക്ക് പറഞ്ഞവൻ. മാന്യമായ ചീത്ത വിളി. പട്ടിന്നാണ് അർത്ഥം. ശ്വാനൻ എന്ന് പറഞ്ഞ പട്ടി അർത്ഥം. അപ്പം ശ്വാനന് പിറന്നവനെ, എടാ ഞാനിവിടെ മാട്രിമോണി സൈറ്റോ അല്ലെങ്കിൽ ഡേറ്റിംഗ് സൈറ്റോ അല്ലോണോ നടത്തുന്നത്, ഇതിനകത്തുള്ള പെണ്ണിനെ മോനെ ഇതാണ് കിച്ചിറി പൊണ്ണി പോയി പ്രേമിക്കുന്ന പറയാനായിട്ട്. ഞാൻ ട്രോളിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ ഷെയർ നീ സ്ക്രീൻ ഷെയർ ആ ട്രോൾസ് അങ്ങോട്ട് കാണിച്ചോടേ. ഓക്കെ ഓക്കെ ഓക്കെ, നോക്കട്ടെ ഇതേടാ ഇല്ലല്ലോടാ. വന്നില്ല വരണേ ഉള്ളൂ. ഒന്നാണ് ഒന്നില്ല, എല്ലാവരും കാണാലോ. ഇത് ചന്ദ്രനാണല്ലോ ഇരിക്കണ, ചന്ദ്രനാണ് റേറ്റ് ചെയ്യാൻ പോണത്. ലോഡിംഗ് ആണോ? ലോഡിങ് ഒന്നും കൂടെ ക്ലോസ് ചെയ്തിടണം, ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് വന്ന് ഇല്ല ഒന്നുകൂടെ വെയിറ്റ് ഫ്രണ്ട്സ്. ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ ഇത്. പ്ലേ നല്ല രണ്ട് പറയണ ഒന്ന് കൊഴുകട്ടെ. ഇതാണ് മിഥുനണ്ണൻ. മേളില് ഞാൻ വിചാരിച്ചു മറ്റേ ഇത് കറക്റ്റ് ചന്ദ്ര ലൈവ് കയറ്, ശരത്തേട്ട ഒന്ന് റിയാക്ട് ചെയ്യട്ടെ. നാളെ തൊട്ട് ശരത്തേട്ട മിഥുനണ്ണന്റെ യൂണിവേഴ്സിറ്റി കയറുക. പിന്നെ അണ്ടി പ്ലേ ചെയ്യടാ. ചോദിക്കാൻ പോകണം. അപ്പൊ മിഥുനെ വിറപ്പിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മള് മിഥുന ഈകളെ പറ്റി ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? പറയാ ഏത് ഈകള്, ഏതാ ഈകള് ഗൂഗിള്, അവനൊക്കെ ഏതാണ് സത്യം പറഞ്ഞാല്? ഞാൻ കേട്ട് ആ മണവാളനെ നോക്കിയല്ലേ, എടാ പോയി തരത്ത് കളിക്കടാ, തരത്ത് പോയി കളിക്കും. മണവാളിന്റെ നേരെ അടുത്തില്ല, ആണെങ്കിൽ ഇത്തിരി കഴപ്പ് കൂടി ഉണ്ടെങ്കിൽ വല്ല എവിടെയും പോയി നിക്കടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഇന്നെ വെല്ലുവിളിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്നെ വെല്ലുവിളിക്ക്, എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചടാ. അണ്ടിയില് വരെ വിജയുടെ ലോക്കറ്റ് ഇട്ട് കിടക്കുന്നവനെ നമ്മളും എടാ ഞാൻ പാലഭിഷേകം വരെ ചെയ്തിട്ടുണ്ട് പണ്ട്. പക്ഷെ എന്താ പറയാ, എടാ എനിക്ക് ഇതിനെ കുറിച്ചൊക്കെ എന്തുവാടാ പറയണ്ടേ? പ്രോത്സാഹിപ്പിക്കരുത്, മനസ്സിലായോ? നിന്നെ പോലത്തുള്ള അതിൽ ചന്ദ്രനുണ്ടാ വീഡിയോ, ചന്ദ്രനെ കുറിച്ച് ഊമ്പൻ അറിഞ്ഞ എത്ര വേണേലും പറയാം. ഇതുപോലെ എടാ ചന്ദ്ര, നീ എന്നെ തോപ്പിക്കുകയാണെങ്കിൽ ഞാൻ ലൈവ് ഇരുന്നിട്ട് കസിൻ ചൊറിയോ? 5 മിനിറ്റ് കസിൻ ചൊറിയണം. എടാ പോടാൻ പേര് ഇറങ്ങി 5 മിനിറ്റ്. ഞാൻ 5 മിനിറ്റ് ഇറങ്ങാതിരിക്കാം. സൂപ്പർ, അതൊക്കെ കിടില്ല. ഇവന് ബുദ്ധിയില്ല കൈസ്, സത്യം ബുദ്ധിയില്ല, വെറും കുണ്ണ. ആർക്കാ? മറ്റേ പയ്യന് അവന് എണീറ്റ് അവന്. എടാ സീരിയസ് ആയിട്ട് ചന്ദ്രനെ കേസായിട്ട് തോപ്പിക്കാൻ പറ്റും. ചന്ദ്രൻ ഒരു വിഷയമല്ല. നമ്മളൊക്കെ ഒരു ആട്ടാട്ട് കഴിഞ്ഞ് അപ്പൊ പിടിച്ചോ. ചന്ദ്ര ജോക്കണം പറഞ്ഞാട്ടോ. ചന്ദ്രൻ പോണോ? ലൈവ് ആണോടാ? ചന്ദ്രന്റെ പേടിയുണ്ടോ? ചേട്ടാ ഞാൻ പോയി ഡിസ്കോഡൊക്കെ ഒന്ന് റിയാക്ട് ചെയ്തിട്ട് കേട്ടാ. ഞാൻ കിക്ക് ലൈവാ. നിങ്ങളെ ചില്ലർ ചേട്ടാ വെരി ഹാപ്പി ചേട്ടാ, ചേട്ടൻ തിരിച്ച് കംബാക്ക് അടിച്ച് വന്നതില്.